നാട്ടിലൊക്കെ ഒന്ന് മഴ പെയ്യാന്ന എന്തൊരു ചൂടാന്ന്, സുബ്ഹാനല്ലാഹ്, ഭയങ്കര ചൂടാണ്. മഴക്കാലം ഡിസംബറിലാണ് ഇപ്പൊ ഈ ചൂട് അവിടെ കാണുന്നത്. എന്തായിരിക്കും ഇപ്പൊ ഇനി ചൂടുകാലം വന്നാലൊക്കെ? അല്ലാഹു, ഇവിടെ നമുക്ക് എ സി എങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാറ്. നാട്ടിലാരെ എ സി? നാട്ടില് ഇശാസ്കാരം കഴിഞ്ഞാൽ ഫാൻ ഓഫാക്കി പോകും. സുബ്ഹാനല്ലാഹ്, മുക്രിക്ക ഫാൻ ഓഫാക്കി അത് ഇട്ടാ പിന്നെ കച്ചറയാണ് അവിടെ. സമയം കഴിഞ്ഞു. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളി അള്ളാഹ്ക്കുള്ളതാണെന്നാണ്. ഇശാ മഗ്രിബിന്റെ ഇടയിൽ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു മസ്ബൂക്കായി വന്നു ജമാഅത്തിൽ നടക്കുകയാണെങ്കിൽ പോലും ഇമാമിന്റെ ദുആ കഴിഞ്ഞാൽ മുക്രിക്ക് ഓഫാക്കി ഇറങ്ങി. പിന്നെ തൊടാൻ പാടില്ല. അനുവദിക്കപ്പെട്ടവരല്ലാതെ സ്വിച്ച് തൊടരുത്, സ്റ്റിക്കർ ഉണ്ടാവും. എന്താ ചെയ്യുക? എന്നിട്ട് മനുഷ്യൻ കൊതുകടിച്ച് നിസ്കരിക്കുക. ആ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഒരു ഖുർആൻ ഓതണമെങ്കിൽ അവിടെ പറ്റുമോ? ഫാൻ ഓഫാക്കിയ കൊതുക് ശല്യം എല്ലാ നാട്ടിലും ഇല്ലേ? ഒരു 2 യൂണിറ്റ് കറണ്ടങ്ങ് പോയാൽ എന്താ കുഴപ്പം? മനുഷ്യന്മാരിതിന് പൈസ കൊടുക്കണില്ലേ? കമ്മിറ്റിക്കാർക്ക് എന്തോന്നറിയില്ല. നാട്ടിലെ പൊട്ടിപ്പൊളിഞ്ഞ റോട്ടിൽ ഓടുന്നത് 40-50 ലക്ഷത്തിന്റെ കാറുകളാ. പള്ളിയിലെ കറണ്ട് ബില്ല് ഒരു 2000 രൂപ ഏറെ വന്നു. 2000 ഫാൻ തിരിഞ്ഞപ്പോ എത്ര വരിക? അതിന് കച്ചറയാണ് പ്രശ്നം. മൊല്ലാക്കാനെ പിന്നെ ഖരാബോ ചെയ്യുക. അപ്പൊ മൊല്ലാക്ക് ഓഫാക്കി പോകും. എനിക്കാവൂല ഈ അടുത്ത കമ്മിറ്റിയിൽ ചീത്ത കേൾക്കാന്ന് പറഞ്ഞിട്ട്. എല്ലാ കമ്മിറ്റിക്കാരും ഒന്ന് അടിയന്തരമായി ഇടപെടണം. അള്ളാന്റെ പള്ളി ഏത് ഗ്രൂപ്പുകാരുണ്ടാക്കിയതാണെങ്കിലും പള്ളിയുടെ അധികാരം അള്ളാഹുവിനാണെന്നാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ്, ഇതിന്റേതാന്ന് പറയാൻ പാടില്ല. അള്ളാഹ്ക്ക് വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റേതാണ്. അവിടെ നിസ്കരിക്കുന്നോ വന്നു, നിസ്കരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദ അല്ലാഹ് അൻ യുദ്കറ ഫീഹാ ഇസ്മുഹു. അള്ളാഹുവിനെ പറ്റി ഓർക്കാനും ഖുർആൻ ഓതാനും അള്ളാഹിന്റെ പള്ളിയിൽ സൗകര്യം ചെയ്യാതെ വന്നാൽ അവരെ പോലെ അക്രമം ചെയ്ത ആൾ ആരാണ്? അപ്പൊ അത് വലിയ വിഷയമാണ്. അങ്ങനെ ഒരു കമ്മിറ്റിക്ക് പള്ളിക്കൊക്കെ എത്ര വരുമാനമാണ് എന്നിട്ടായി പിശുക്കുന്നത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. നല്ല വരുമാനമുള്ള പള്ളികളായി പിശുക്കുന്നത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരാളെങ്കിലും ആ മനുഷ്യൻ ഫാൻ ഇട്ടോട്ടെ, അതിനെന്താ കുഴപ്പം? ആൾ നിസ്കരിക്കാൻ വന്നതല്ലേ, പള്ളി അതിനുണ്ടാക്കിയതല്ലേ. അതിനിപ്പോ ബില്ലങ്ങ് ഏറെ വന്നു. ഇത്ര ഗൾഫുകാര് അവരൊക്കെ കൊടുത്ത ചോരയുടെ പൈസയല്ലേ നമ്മുടെ നാട്ടിലെ പള്ളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അതിന്റെ പേരിലൊന്നും വലിയ ഇഷ്യൂ ആക്കി എന്ത് ചെയ്യരുത്, മനുഷ്യന്മാര് പിശുക്കരുത്. എന്ത് പിശുക്കാതൊക്കെ മാനക്കേടായി പോണ പറയാൻ തന്നെ. ഫാൻ ഓഫാക്കി പോവാൻ, സുബ്ഹാനല്ലാഹ്, ആളെ അകത്തുണ്ടായിരിക്കെ ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല. അവൻ ചുരുക്കി പറയാം, നമ്മൾ വലിയ സൗകര്യത്തിലാണ് അൽഹംദുലില്ലാഹ്. ഇവിടെ നമുക്ക് തണുത്തിരിക്കാലോ, കൊതുകൊന്നുമില്ലല്ലോ, അൽഹംദുലില്ലാഹ്, വലിയ ഭാഗ്യമാണ്. ഇവിടുന്ന് ഗൾഫിൽ നിന്ന് നിസ്കരിച്ചിട്ട് നിസ്കാരത്തിൽ അള്ളാഹിനെ പറ്റി ഓർമ്മ വരുന്നില്ലെങ്കിൽ കാര്യം പോക്കാം. നാട്ടിൽ പിന്നെ കൊതുകടിച്ചിട്ടും ബസ്സിന്റെ ഹോണും വണ്ടികളുടെ സൗണ്ടും ഒച്ചപ്പാടും സമരക്കാരെ ജാതി ഇതിന്റെ ഇടയിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൽബ് പോയിന്ന് വരും. ഇത്രയും ശാന്തമായി വളരെ റാഹത്തായി എന്തോ ഒരു സുജൂദിലൊക്കെ കടന്ന് മൂക്കെടുക്കാൻ തോന്നൂല, അത്രക്ക് സുഗന്ധമുള്ള കാർപ്പറ്റും. സുബ്ഹാനല്ലാഹ്, ഇത്രയും മനോഹരമായിട്ട് ശാന്തമായിട്ട് അല്ലാഹു അക്ബർ, എന്തോ ഒരു ചുരുക്കുള്ള ഖിറാഅത്ത്, എന്ത് രസമുള്ള പള്ളികൾ, എന്തോ ഒരു വൃത്തി. എന്നിട്ട് നമുക്ക് അള്ളാഹിനെ ഓർമ്മ വരുന്നില്ലെങ്കിലേ അടിയന്തരമായിട്ട് നിങ്ങൾ ആരെയും കാണണം. അത് ഗുരുതരമായൊരു പ്രശ്നം തന്നെയാണ്. അപ്പോ അല്ലാഹു തആല നമ്മുടെ നിസ്കാരത്തിൽ ഖുശൂ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാട്ടിലുള്ളവർക്ക് അല്ലാഹു കൊടുക്കട്ടെ. കറണ്ട് ഓഫാക്കി പിഷ്കണ ഏർപ്പാട് അല്ലാഹു നിർത്തി തരട്ടെ. അത് കമ്മിറ്റിക്കാരൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുക. നാട്ടിലൊക്കെ ചെല്ലുമ്പോഴേ ഇശാ മഗ്രിബിന്റെ ഇടയിലൊക്കെ എല്ലാ നാട്ടിലും ഇശാ വരെ ഖുർആൻ ഓതിരിക്കുന്ന പള്ളികളാണ്. അവിടെ ഖുർആനും സ്വലാത്തും ദിക്റും ദുആയും ഹദ്ദാദ് റാത്തിബ് ചൊല്ലുന്നവരുണ്ട്. അവിടെ വിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കുന്നവരുണ്ടാവും. ഇരുന്നൂടെ എന്താ? റമദാനിൽ വരെ ലൈറ്റ് ഓഫ് ആക്കി പോകും. ഇശാസ്കാരം തറാവി കഴിഞ്ഞാൽ പിന്നെ ഓഫാക്കി. ഖിയാമുൽ ലൈലോ തഹജ്ജുദോ പള്ളി ഇബാദത്തിനുള്ളതാണ്. അവിടെ വരുന്നവർക്ക് ആശ്വാസപരമായി ഇബാദത്ത് ചെയ്യാനാ ആ ഫാൻ അവിടെ വെച്ചിട്ടുള്ളത്. എന്നാൽ ജമാഅത്ത് കഴിഞ്ഞാൽ പിന്നെ ഓഫാക്കാനുള്ളതല്ല. പള്ളിയിൽ വരുന്നവർക്ക് ഇബാദത്ത് ചെയ്യാനുള്ള സൗകര്യമാണത്. അതുപോലെ ബാത്റൂം പൂട്ടി പോകുന്ന ഏർപ്പാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചിലയിടത്തൊക്കെ. നിർത്തിക്കണമെന്ന് അല്ലാഹു അല. ഗോദ്രേജിന്റെ പൂട്ടൊക്കെ കൊണ്ട് തക്കാളി പെട്ട് കിട്ടുമെന്നൊക്കെ നമ്മളെ ആരെയും സിദ്ദീഖ് സാഹിബ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ജാതി പൂട്ടൊക്കെ പെട്ടത് നാട്ടിലെ ടോയ്ലറ്റുകൾക്കാണ്. മൂത്രമൊഴിക്കാനുള്ള സൗകര്യമല്ല, ഒരാൾക്ക് ടോയ്ലറ്റിൽ തന്നെ പോകണമെന്നുള്ള സൗകര്യം എന്താ ചെയ്യാം? മുക്രിക്ക പൂട്ടി ചാവി പോക്കറ്റിലിട്ട് ബസ്സേരി പോയിട്ടുണ്ടാവും. ഒരു മുസാഫിറായ മനുഷ്യനോ ഒരു നാട്ടുകാരനോ പുരയിൽ നിന്ന് ഇറങ്ങിയ ശേഷം വയറിനൊരു അസുഖം വന്നു, ജമാഅത്തോടെ നടക്കാൻ പോവാ, എന്താ പോണ്ട് കുഴപ്പം? ബാത്റൂം ക്ലീൻ ആക്കുന്നില്ലേ? നമ്മുടെ മൂത്രപ്പുരകളെ ക്ലീനാക്കി നല്ല വൃത്തിയാക്കി കൊണ്ടുനടക്കേണ്ടതാ. നമ്മുടെ ഈ പഴയ മൂത്രമണക്കൊന്നും പാടില്ല, ഒക്കെ ഒഴിവാക്കി അതിനൊരു പങ്കാളിനെ വിളിച്ച് കൂലെടുത്താലും കുഴപ്പമില്ല. പള്ളിയിലെ മുക്രിക്കാരെ കൊണ്ട് ചെയ്യിക്കരുത്. മുക്രിക്ക മൂത്രപ്പുര കഴുകാനുള്ള ആളല്ല, അവരൊക്കെ മുഅദ്ദിനുമാരാണ്, ഇൽമ പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. അവരൊന്നും ആ പണി ഏൽപ്പിക്കാനും പാടില്ല. അതൊക്കെ എന്ത് ചെയ്യണം? വേറെ ആളെ കൊണ്ടുവന്നിട്ട് ടോയ്ലറ്റ് ക്ലീൻ ആക്കണം, അത്രയല്ലേ ഉള്ളൂ. എന്താ അങ്ങനെ ടോയ്ലറ്റ് ഇരുന്ന അതൊരു അസൂയ, അങ്ങനെ സൂയിക്കണ്ടെന്നുള്ള ചോദന പോലെ. സുബ്ഹാനല്ലാഹ്,
എന്താ ചെയ്യാൻ? ഇവിടെയൊക്കെ എത്രയോ ടോയ്ലറ്റുകൾ, എത്ര റാഹത്ത്, എത്ര മനുഷ്യന്മാരെ ദുആ കിട്ടും. അല്ലാഹുവേ ഈ പള്ളി ഉണ്ടാക്കിയ ആൾക്ക് അല്ലാഹ് ഖൈർ ചെയ്യട്ടെ, ഞാൻ വല്ലാത്ത ഇടങ്ങാറായിരുന്നു, റാഹത്തായി. ഒരു ദുആ അല്ലേ? മറ്റു ശപിക്കൂലേ? കണ്ടില്ലേ, മുല്ലാക്കാനും ശപിക്കും, കമ്മിറ്റിക്കാരും ശപിക്കും, പൂട്ടിട്ട് പോയിക്കുന്നുണ്ടല്ലേ. എന്തിനായി പൂട്ടിടുന്നെന്ന് അല്ലാഹു അലന്റെ ഉള്ളിൽ എന്താണ് വിലമതിക്കാനാവാത്തതെന്ന് അല്ലാഹു അല. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. സംഗതി നിസ്സാരമായ വിഷയങ്ങളാണ്, പക്ഷേ അതൊക്കെ ഉപകാരങ്ങൾ തടഞ്ഞു വെക്കലാണ്. വയംനഊനൽ മാഊൻ, മനുഷ്യന്മാർക്ക് ചെറിയ ഉപകാരം പോലും തടഞ്ഞു വെക്കുന്നവൻ മുനാഫിക്കിന്റെ സ്വഭാവമാണ്. പരിശുദ്ധ ഖുർആൻ പറയും വയംനഊനൽ മാഊൻ, ചെറിയൊരു ഉപകാരം അതും കൊടുക്കൂല. അത് മുനാഫിക്കീങ്ങളാ ചെയ്യാനാ, നമ്മൾ ചെയ്യരുത്.